ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ മലയാളികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമുള്ള മസാല ദോശയാണ്. സാധാരണ നമ്മൾ മസാല ദോശ ഉണ്ടാക്കുന്നത് അരി ഉഴുന്നും ഒക്കെ അരച്ചാണ്. പക്ഷെ ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് അരി ഉഴുന്നും ഒന്നും ചേർക്കാതെയാണ്. അപ്പൊ അരി ഉഴുന്നും ഒന്നും ചേർക്കാതെ വളരെ ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ? ആദ്യം തന്നെ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ എടുക്കുന്ന റവ വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല. അതിന്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ കടലമാവ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ദോശയ്ക്ക് നല്ലൊരു കളറും നല്ലൊരു ടേസ്റ്റും കിട്ടും. അതിന്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് വരാം. അപ്പൊ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിത് പൊടിച്ചെടുക്കുമ്പോഴേ റവയുടെ ചെറിയ ചെറിയ തരികളൊക്കെ കാണാം, അത് കുഴപ്പമില്ല. അപ്പൊ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഒരു ചെറിയ കപ്പിന് 1 കപ്പ് തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ റവ എടുത്ത ആ കപ്പിന് ഒരു 1/4 കപ്പോളം വരും കേട്ടോ. അപ്പൊ തൈര് എടുക്കുമ്പോൾ ഒരുപാട് പുളിയുള്ള തൈര് എടുക്കരുത്. പുളിയുള്ള തൈരാണെങ്കിൽ ഇത്രയും ചേർത്ത് കൊടുക്കുകയും വേണ്ട. അപ്പൊ നമുക്ക് ഈ തൈര് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ബാറ്റർ ആക്കി മാറ്റണം. ഒരുപാട് ലൂസായിട്ട് വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കട്ടകളൊന്നും കാണാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ ദാണ്ട ഈ ഒരു രീതിയിൽ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇത്രയും വെള്ളം ഒഴിച്ചാൽ മതി. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പൊ ആ സമയം കൊണ്ട് നമ്മുടെ റവയൊക്കെ നന്നായിട്ട് കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പൊ ആ നേരം കൊണ്ട് നമുക്ക് മസാല ദോശയ്ക്കുള്ള മസാല തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആണ് നമ്മുടെ മസാലയ്ക്ക് കിട്ടുന്നത്. അപ്പൊ അതിലേക്ക് ഞാൻ 1 സ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേ 1 സ്പൂണ് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് വേണം നമ്മളിത് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ കടലപ്പരിപ്പൊക്കെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. എന്നിട്ട് ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു 2-3 കഷ്ണം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 1 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം കുറച്ച് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പൊ കടലപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോ ഇതിലേക്ക് നമുക്ക് 2 സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സവാള വളരെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാന്. ഇനി നമുക്ക് സവാള വഴട്ട് വരുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടുതലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. അടച്ചൊന്നും വെച്ചു കൊടുക്കുന്നില്ല, നമുക്ക് ഫ്ലെയിം കൂട്ടിയും കുറച്ചും വെച്ചു കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നിന്ന് വഴണ്ട് കിട്ടും. ഇപ്പൊ ദാണ്ട് ഈ ഒരു രീതിയിൽ ഇത് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 സ്പൂണ് പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ പെപ്പർ നന്നായിട്ട് ഫൈനായിട്ടുള്ള പൗഡർ അല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്, ഇതുപോലെ ക്രഷ് ചെയ്തിട്ടുള്ളതാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ്. കൂടെ തന്നെ ഞാൻ 1/4 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കുരുമുളകിന്റെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പൊട്ടറ്റോ ആണ്. അപ്പൊ ഒരു 3-4 ചെറിയ പൊട്ടറ്റോ ഞാൻ ബോയിൽ ചെയ്തിട്ട് ഒന്ന് ഉടച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ. അതൊന്ന് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ പൊട്ടറ്റോയിലേക്ക് ഈ മസാലയും ഉള്ളി ഇതെല്ലാം കൂടെ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ പൊട്ടറ്റോ ഇത്രയും ഉടയ്ക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ അങ്ങനെ ചെയ്യണ്ട. ചിലർക്ക് ഇതുപോലെ കഷ്ണം കഷ്ണം കിടക്കുന്നത് ഇഷ്ടമാണ്. പക്ഷെ ഞാനിവിടെ നന്നായിട്ട് ഇത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും മസാല ദോശ ഉണ്ടാക്കുമ്പോൾ പൊട്ടറ്റോ നന്നായിട്ട് ഉടച്ച് ചേർക്കാറുണ്ട്. അപ്പം കഷ്ണം കിടക്കണമെന്നുള്ളവർക്ക് ഇത്രയും അത് ഉടച്ച് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പൊ കുറച്ചുകൂടി നമ്മുടെ ഈ മസാല ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1 സ്പൂണ് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പൊ ഞാനിവിടെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഈ ഒരു രീതിയിൽ ഇങ്ങനെ എടുക്കുവാണ്. അപ്പൊ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പൊ ആ ഒരു നേരം കൊണ്ട് നമ്മുടെ ബാറ്റർ ഒക്കെ നല്ല കറക്റ്റ് പരുവായിട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്, അതുപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. റവയൊക്കെ ഒന്ന് കുതിർന്ന് നല്ല തിക്കായിട്ടും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. കൂടെ തന്നെ 2 പിഞ്ച് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണൽ ആണ്. അപ്പൊ ആ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ദോശയുടെ ഒക്കെ സാധാരണ നമ്മൾ അരിയുടെ ദോശ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലൊക്കെ കുറച്ചുകൂടി ഒന്ന് ലൂസായി കിട്ടണം. അപ്പൊ ദാണ്ട ഞാനൊരു വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ നമുക്കിനി ദോശ ചുട്ടെടുക്കാം. നമ്മുടെ തവ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ദോശ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തവയുടെ ചൂടാണ്. ഒരുപാട് അങ്ങ് ചൂടാവരുത് നമ്മുടെ തവ. അപ്പൊ നമ്മുടെ ദോശ കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല. തവയൊന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഓയിൽ എടുത്ത് ഒഴിക്കരുത്, അപ്പൊ ദോശ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. കുറച്ചുകൂടി എണ്ണ തേച്ച് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി നമ്മുടെ തവ ഒന്നുകൂടി ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ചെയ്യുന്നത് കുറച്ച് പച്ചവെള്ളം നമ്മുടെ കൈ കൊണ്ട് ഇതിലേക്കൊന്ന് തളിച്ചു കൊടുക്കണം. അപ്പം നമ്മുടെ തവയുടെ ചൂട് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പൊ ഇങ്ങനെ ചെയ്തിട്ട് വേണം നമ്മൾ ദോശമാവ് എടുത്ത് ഇതിലേക്ക് ഒഴിക്കാനായിട്ട്. അപ്പൊ നമുക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഈ സമയത്ത് ഇങ്ങനെ നമ്മൾ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് ദോശമാവ് ഒഴിച്ചു കൊടുക്കുമ്പോഴേ നമ്മുടെ ദോശമാവ് അതിൽ നന്നായിട്ട് പിടിച്ചിരിക്കും. നന്നായിട്ട് ക്രിസ്പി ആയിട്ട് നമ്മുടെ ദോശ കിട്ടുകയും ചെയ്യും. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ തവയുടെ ചൂടൊന്ന് ബാലൻസ് ചെയ്യുകയും ചെയ്യും. അപ്പം മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഒരു ലോ ഫ്ലെയിമിലിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. എന്നിട്ട് ഇതിന്റെ ചുറ്റിനും ഇതുപോലെ കുറച്ച് ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പൊ നമുക്ക് ദോശ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിൽ ഒന്നും ഇട്ട് വെക്കരുത്. അപ്പൊ പെട്ടെന്ന് ഈ ചൂടടിക്കുന്ന ഭാഗത്ത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അതിന്റെ സൈഡ് ഒന്നും നല്ല മുരിഞ്ഞ് കിട്ടത്തില്ല. അപ്പൊ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ മാറി മാറി വെച്ച് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് നമുക്കിത്. പെട്ടെന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ്. മാത്രമല്ല ഇത് നമുക്ക് മസാല ഇല്ലെങ്കിൽ തന്നെ നമുക്ക് പ്ലെയിൻ ദോശയായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും ഇത്. ഇതാ നോക്കിക്കേ, നമ്മുടെ ദോശയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നത് കണ്ടോ? ഇതേപോലെ മുരിഞ്ഞു വരണം. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് മസാല വെച്ചു കൊടുക്കണം. മസാല വെച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ചുരുട്ടി എടുക്കണം. അപ്പൊ ഞാൻ കാണിച്ചു തരാം ഇത് എത്രത്തോളം മുരിഞ്ഞു വന്നിട്ടുണ്ടെന്ന്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ തവയിൽ നിന്ന് ഇളകി കിട്ടുകയും ചെയ്യും. വളരെ ക്രിസ്പി ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അതുകൊണ്ട് ഇതേപോലെ നമുക്കൊന്ന് ചുരുട്ടിയെടുക്കാം. നല്ലതുപോലെ മുരിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ സൈഡൊക്കെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ദോശയും കൂടെ ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. ആഹാ, നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. കൂടെ ഞാൻ ചട്നിയും സാമ്പാറുമാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ഇതൊന്ന് റെഡിയാക്കി നോക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ചെയ്തു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക് യു.